ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു ദിവസം ഇത്രയധികം കപ്പലുകൾ കടന്നു പോകുന്നത് എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഉച്ച തിരിയുന്നതുവരെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 35 കപ്പലുകൾ സുഗമമായി കടന്നുപോയി എന്നാണ്. ഇന്നും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നും കൂടാതെ കപ്പലുകൾ കടന്നു പോകുന്നു. എണ്ണയുടെ ഒഴുക്ക് തുടരുന്നു. അത് കാരണം ലോകത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും എണ്ണ വില കുറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ശുഭകരമായ വാർത്തകളാണ് ഇന്നലെയും ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ കാര്യത്തിലാണെങ്കിൽ പതിറ്റാണ്ടുകളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഫലപ്രാപ്തി വന്നതുപോലെ ചില വാർത്തകൾ ഇറാൻ്റെ മീഡിയ നൽകുന്നുണ്ട്. ഒന്ന്, അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം താൽക്കാലികമായിട്ടെങ്കിലും പിൻവലിച്ചു. രണ്ടാമത്തെ കാര്യം, അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും ഇറാന് കൊടുക്കാനുണ്ടായിരുന്ന വലിയ തുക മരവിപ്പിച്ചിട്ടിരുന്നത് അത് കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. മൂന്നാമത്തേത്, ഇറാൻ്റെ എണ്ണ വിൽക്കാനുള്ള അവകാശം അമേരിക്ക നൽകുകയും വാങ്ങാൻ വേണ്ടി പല രാജ്യങ്ങളും തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നു. വരുന്ന 2 മാസത്തിനിടയിൽ ഒരു പുതിയ സമാധാന മാർഗരേഖ ഉണ്ടാക്കിയെടുക്കുന്നതിന് ധാരണയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇറാനിലും സന്തോഷം കളിയാടുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുകയാണ്. എങ്കിലും തർക്കം നിൽക്കുന്ന 2 കാര്യങ്ങൾ മാധ്യമങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഒന്നാമത്തേത്, ഹോർമൂസ് കടലിടുക്കിലൂടെ ഭാവിയിൽ കപ്പലുകൾ കടന്നു പോകുമ്പോൾ അവിടെ ടോൾ കൊടുക്കേണ്ടി വരുമെന്ന് ഇറാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം? അത് വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനക്കേടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നെല്ലാവരും ഭയപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഇറാൻ്റെ ന്യൂക്ലിയർ ശക്തി അത് പരിശോധിക്കാൻ വേണ്ടി IAEA എന്ന പ്രസ്ഥാനത്തെയും വിദഗ്ധന്മാരെയും അനുവദിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഇത് പറയുന്ന സമയത്തും ആർക്കും നൽകാനായിട്ടില്ലെങ്കിലും ഇറാനും ഒമാനും തമ്മിൽ ഇന്ന് നടത്തിയ ചർച്ചകളിൽ ഒമാൻ വ്യക്തമായ നിലപാട് ഒരു ടോൾ ഫ്രീ ആയിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് തങ്ങളുടെ താല്പര്യം ഇറാൻ്റെ മുന്നിലേക്ക് വെച്ചു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാന്യമായൊരു ഫീസ് ഏർപ്പാടാക്കിയിട്ട് മാത്രം അതുവഴി കപ്പലുകൾ ഭാവിയിൽ കടത്തിവിട്ടാൽ മതി എന്ന തീരുമാനത്തിലേക്ക് പോകണമെന്നാണ്. അങ്ങനെ ഒരു ക്യാൻവാസിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ എത്ര രാജ്യങ്ങൾ അതിന് സമ്മതിക്കും, അതിൻ്റെ കൂടെ നിൽക്കുമെന്നത് സംശയമാണ്. ഒമാനും ഈ വിഷയത്തിൽ വ്യക്തമായി പറയുന്നത് ടോൾ ഫ്രീ എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒമാൻ്റെ സുൽത്താൻ ഇന്ന് ഇറാൻ്റെ ഉന്നത വൃത്തങ്ങളുമായിട്ട് സംസാരം നടത്തി മസ്കറ്റിൽ വെച്ച് എന്ന രൂപത്തിലും റിപ്പോർട്ട് വരികയാണ്. സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഭദ്രമായി എന്ന് ഇറാന് തോന്നിയ സമയത്ത് ഇപ്പോഴിതാ ജൂലൈ 4, 5, 6 തീയതികളിലായി ഫെബ്രുവരി 28 ആക്രമണത്തിൽ മരിച്ച ഇറാൻ്റെ പരമോന്നത മേധാവിയായിരുന്ന അയത്തുള്ള അലി ഖാമനിയുടെ ഖബറടക്ക ചടങ്ങുകൾ നടത്താൻ തീരുമാനമായിരിക്കുകയാണ്. ഈ 3 ദിവസം പൊതു അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ടെഹ്റാനിൽ. ഇതിനിടെ അമേരിക്കയുടെ ഉന്നത വൃത്തങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ഗൾഫ് സന്ദർശന പരിപാടി ആരംഭിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇന്ന് തന്നെ പുറപ്പെടുകയാണ് എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട്. പിന്നെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു വിഷയം നമ്മൾ പരതി പരിശോധിച്ചാൽ കിട്ടുന്നത് ഇസ്രയേലും ലെബനോനും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായി വരുന്നതാണ്. ഏതൊക്കെ തരത്തിൽ കരാറുകൾ വന്നാലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ലെബനോനിലേക്ക് വരുന്നു. അതുകൊണ്ട് അവിടെ ഹെസ്ബുള്ള തിരിച്ചടിക്കുന്നു. അങ്ങനെ സംഘർഷം രൂക്ഷമാകുന്നു. ഈ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സമാധാനവും ഒരൊറ്റ പ്രശ്നത്തിൽ തട്ടി ഇല്ലാതാകുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക തന്നെ നേരിട്ട് ഇടപെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ജൂൺ 23 വൈകുന്നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ നേരിട്ടുള്ള മധ്യസ്ഥതയിൽ ഇസ്രയേലിൻ്റെയും ലെബനോൻ്റെയും പ്രതിനിധികൾ ചേർന്നിരുന്ന് സമാധാന ചർച്ച മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു വിഷയത്തിൽ കൂടി ഒരു ധാരണയിലെത്തിയാൽ ഒരുപക്ഷെ ലോക മനസ്സാക്ഷിയെ മരവിപ്പിച്ചിരുന്ന, അലട്ടിയിരുന്ന, ഭാവിയെ ആശങ്കയോട് മാത്രമേ നോക്കാൻ പറ്റൂ എന്ന സാഹചര്യം സൃഷ്ടിച്ചിരുന്ന ഈ ഒരു അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ ത്രിമൂർത്തികളുടെ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലെത്തിയെന്ന് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നെറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.
Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.